الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, ജീവിതത്തിലുടനീളം സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇങ്ങനെ സൂക്ഷ്മാലുക്കളായി ജീവിച്ച് അവനെ കണ്ടുമുട്ടുന്ന, അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഖുതുബകളിൽ നാം സംസാരിച്ചിരുന്നത്. ലോകത്തിൻ്റെ ദിക്കുകളിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുള്ള 20 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൻ്റെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് മിനയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. നാളെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അൽ ഹജ്ജു അറഫ. അറഫയാണ് ഹജ്ജ് എന്ന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹജ്ജാജികളായ ആളുകൾക്ക് നിർവഹിക്കുവാനുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജു കർമ്മം നിർവഹിച്ചിട്ടുള്ളത് എന്നത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. പ്രവാചകൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ദുൽഹജ്ജ് മാസത്തിലെ ഹിജ്റ 10ാം വർഷം ദുൽഖഅദ് മാസത്തിൽ തന്നെ പ്രവാചകൻ ഇങ്ങനെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്നോടൊപ്പം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോരാവുന്നതാണ് എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപ്രകാരം പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ള ആ ഹജ്ജിൽ 1,00,000-ലധികം ആളുകൾ, 1,24,000 എന്ന ഒരു റിപ്പോർട്ട് കാണാം, 1,44,000 എന്ന മറ്റൊരു റിപ്പോർട്ട് കാണാം. ഇങ്ങനെ 1,00,000-ലധികം ആളുകൾ പ്രവാചക തിരുമേനിയോടൊപ്പം ഹജ്ജ് കർമ്മം നിർവഹിക്കുകയുണ്ടായി. ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു,
ഖുദൂ അന്നീ മനാസികക്കും, ഈ ഹജ്ജ് കർമ്മങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ എന്നിൽ നിന്ന് കൃത്യമായി നോക്കി കണ്ട് പഠിച്ചു മനസ്സിലാക്കണം. കാരണം മറ്റു കർമ്മങ്ങളെ പോലെയല്ല പ്രവാചകൻ ഒരിക്കലേ നിർവഹിച്ചിട്ടുള്ളൂ. പ്രവാചകന്റെ ജീവിതത്തിലെ മാതൃക കാണണമെങ്കിൽ ആ പ്രവാചകനെ കണ്ടു പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങൾ എൻ്റെ ഓരോ കർമ്മങ്ങളും എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മങ്ങൾ നിർവഹിക്കുക എന്ന് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു. ആ അറഫാ ദിനത്തെ സംബന്ധിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി മലായികതഹു അശിയ്യത അറഫ ബി അഹ്ലി അറഫ ഫയഖൂലു ഉൻദുറു ഇലാ ഇബാദി സുഅബൻ ഗുബ്റൻ. ആ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫാ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സമീപസ്ഥരായ മാലാഖമാരോട് പറയും, മലക്കുകളെ നിങ്ങൾ നോക്കൂ, എന്റെ ദാസന്മാരായ ആടുകൾ മുടി ജട പിടിച്ചവരായ നിലയിൽ, പൊടി പുരണ്ടവരായ നിലയിൽ ഇതാ അവർ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു. എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്, എന്നിൽ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധരായ മാലാഖമാരോട് പറയും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ ആ ദിവസത്തിൽ മാമി യൗമിൻ മിൻ അൻ യുഅ്തികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് വിമോചിതരാക്കുന്ന അത്രയും ആളുകളെ മറ്റൊരു ദിനത്തിലും വിമോചിതരാക്കുന്നില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അഥവാ ഏറ്റവും കൂടുതൽ ആളുകൾ നരക വിമുക്തി നേടുന്ന ദിവസങ്ങളിൽപ്പെട്ട ഏറ്റവും മഹത്തരമായ ദിവസമാണ് ഈ അറഫാ ദിവസം. ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ആ ദിവസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അറഫ എന്ന് പറഞ്ഞാൽ അതൊരു വിജനമായ ഒരു പ്രദേശമാണ്. ഈ ഒരു ദിവസം കഴിച്ച് ബാക്കി ദിവസങ്ങളിലെല്ലാം ആ പ്രദേശം കാണാൻ പോകുന്ന ആളുകൾ ഒഴിച്ച് മറ്റൊരാളും അവിടെ ഉണ്ടാവുകയില്ല. അവിടെ ഒരു ജനവാസ കേന്ദ്രമല്ല. ആ ഒരു ദിവസത്തിൽ മാത്രമാണ് അവിടെ പ്രത്യേകതയുള്ളത്. 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പ്രദേശമാണ് അറഫ എന്ന് പറയുന്നത്. അറഫ എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി, അറിഞ്ഞു, തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെയൊരു പദം വന്നു എന്നതിനെപ്പറ്റി പണ്ഡിതന്മാർ ചർച്ച ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അറഫ്ത, ഇതൊക്കെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അറഫ്തു, അതെ എനിക്കെല്ലാം മനസ്സിലായി എന്നതിൽ നിന്നാണ് അറഫ എന്ന പദം വന്നിട്ടുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അഭിപ്രായം, ആളുകളെല്ലാവരും ഹജ്ജ് കർമ്മം നിർവഹിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറഫയിൽ എത്തിച്ചേരുമ്പോ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത്. അവിടെ വെച്ചുകൊണ്ട് ഹാജിമാരായ ആളുകളൊക്കെ അവരുടെ പാപങ്ങളെ കുറിച്ച് തിരിച്ചറിയുകയും അവരുടെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ആലോചിച്ചറിയുകയും എന്നിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി, നോവുന്ന ഹൃദയത്തോടുകൂടി കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പടച്ചവനോട് ആ തെറ്റുകൾ ഏറ്റുപറയുന്ന സ്ഥലമാണത്. അതുകൊണ്ടാണ് അറഫ എന്ന് പേര് വന്നിരിക്കുന്നത് എന്നൊരു മറ്റൊരഭിപ്രായവും നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ വലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന ഏതെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ വരുമ്പോ അവർ അല്ലാഹുവിനെ ഓർക്കുകയും എന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന ആളുകളാകുന്നു വിശ്വാസികൾ എന്ന ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ
ഹാജിമാരായ ആളുകൾ ആ അറഫയിൽ വെച്ചുകൊണ്ട് അവർ ഈ രൂപത്തിൽ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്നത് കൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ ആളുകളുണ്ട്. ഖുർആനിൽ ഈ സ്ഥലങ്ങളെ എല്ലാം പ്രയോഗിച്ചിട്ടുള്ള പദം അറഫാത്ത് അഥവാ തിരിച്ചറിവുകളുടെ സ്ഥലം എന്ന് പറയുന്ന രൂപത്തിലാണ്. ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ കാണാവുന്നതാണ്. ഏതായിരുന്നാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരുമൊത്ത് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയി. ഹിജ്റ 8 മിനയിൽ വെച്ചുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുകയാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. 9ാമത്തെ ദിവസം അവർ അറഫയിലേക്ക് പുറപ്പെട്ടു. ആ അറഫയിലേക്ക് പുറപ്പെട്ട് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകത്തിന്റെ പുറത്താണ്. അവിടെ പ്രവാചകൻ ജബലുർ റഹ്മയുടെ താഴ്വരയിൽ വെച്ചുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ എന്നും കാലിക പ്രസക്തമായ അത്തരത്തിലുള്ള ഉള്ളടക്കങ്ങളുള്ള ഒരു പ്രസംഗം നിർവഹിക്കുകയുണ്ടായി. പ്രവാചകൻ ഖസ്വാ എന്ന് പറയുന്ന തന്റെ ഒട്ടകത്തിന്റെ പുറത്താണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എല്ലാവർക്കും കേൾക്കുവാൻ വേണ്ടി അതിന്റെ മുന്നോടിയായി പ്രവാചകൻ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആളുകളോടൊക്കെയും നിശബ്ദരായിരിക്കുവാൻ പറയുക. 1-2 ആളുകളല്ല, 1,00,000-ലധികം ആളുകളുണ്ട്. ആളുകളോടൊന്ന് നിശബ്ദരായിരിക്കുവാൻ പറയുക എന്ന് പ്രവാചകൻ ആ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. അത് പ്രകാരം അദ്ദേഹം ആളുകളോടൊക്കെ നിശബ്ദരായിരിക്കുവാൻ പറഞ്ഞു. പിന്നീട് മുബല്ലിഗായിക്കൊണ്ട് പ്രവാചകൻ പറയുന്നത് ഏറ്റുപറയാൻ 2 ആളുകളെ ചുമതലപ്പെടുത്തി. ഒന്ന് അലി റളിയല്ലാഹു അൻഹുവാണ്, രണ്ടാമത്തത് റാബിയത്ത് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവാണ്. ഈ 2 ആളുകളും പ്രവാചകൻ പറയുന്നത് അല്പം ദൂരെ നിന്ന് വീണ്ടും അത് ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ആ പ്രസംഗം സഹാബത്ത് ഉദ്ധരിക്കുകയാണ്. ഇത്രയും അധികം ആളുകൾ പ്രവാചകന്റെ ആ പ്രസംഗം മുഴുവനും കേൾക്കുകയുണ്ടായി. എങ്ങനെ കേട്ടു എന്നതിന് വ്യക്തമായ ഉത്തരമില്ല. അവർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിന്റെ കാതുകൾക്ക് തുറവി കൊടുത്തു എന്നാണ്. അവർക്ക് പ്രവാചകൻ പറയുന്ന ഈ കാര്യം, ഏറ്റുപറയുന്ന ആ കാര്യങ്ങൾ അതേ പ്രകാരം തന്നെ കേൾക്കുവാനുള്ള തുറവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നാണ്. അവിടെ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ചരിത്ര പ്രസിദ്ധമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നോണം നമുക്കറിയാം, UN-ൽ വെച്ചുകൊണ്ട് 948 ഐക്യരാഷ്ട്രസഭയിൽ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഒരുപാട് അനീതികളെയും അസമത്വങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കിടയിൽ നീതി പുലരുവാനും അവർക്കിടയിൽ സമത്വം നിലനിൽക്കുവാനും വേണ്ടിയിട്ടായിരുന്നു അത്. എന്നാൽ അതിനേക്കാളെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് അറഫയിൽ വെച്ചുകൊണ്ട് ഏറ്റവും സമ്പൂർണമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. പ്രവാചകന്റെ ആ പ്രസംഗത്തിൽ വ്യക്തിപരവും സാമൂഹികവും കാലിക പ്രസക്തങ്ങളുമായ ഒട്ടനവധി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അടങ്ങിയിട്ടുണ്ട്. കാലം എത്ര തന്നെ മുന്നോട്ട് പോയിരുന്നാലും പ്രവാചകൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയും, ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും വിധികളും ഒക്കെയും തന്നെ എക്കാലത്തും ഏത് രൂപത്തിലും നിലനിൽക്കുന്ന നിയമങ്ങളും കാര്യങ്ങളും തന്നെയാണ്. മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച് പ്രവാചകൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അധാർമികതയോടുള്ള എതിർപ്പിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ സ്വയം മാതൃകയാകേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രവാചകൻ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. പൈശാചികതയിൽ നിന്ന് മോചനം നേടുവാനുള്ള ആഹ്വാനം പ്രവാചകൻ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലിംഗസമത്വത്തെക്കുറിച്ച് പ്രവാചകൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ പരസ്പരമുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പ്രവാചകൻ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. പലിശ എന്ന കടുത്ത സാമ്പത്തിക ചൂഷണത്തെ സംബന്ധിച്ച് പ്രവാചകൻ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അനന്തരാവകാശത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് പ്രവാചകൻ
അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ ഏറ്റവും ദീർഘിച്ച പ്രസംഗം, എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ള പ്രസംഗമായിരുന്നു അത് എങ്കിലും ഇത്രയും സാരസമ്പൂർണമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത് എന്ന് നമുക്ക് അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. പ്രവാചകൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഊസീകും ഇബാദുല്ലാഹി ബിതഖ്വല്ലാഹ് വഅഹുസ്തുകും അലാ ത്വാഅതിഹി വഅസ്തഫ്തിഹു ബില്ലദീ ഹുവ ഖൈർ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉപദേശം നിർവഹിക്കുകയാണ്. ഒന്നാമതായി കൊണ്ട് പറയുന്നത്: അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ജനങ്ങളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഈ വർഷത്തിന് ശേഷം, ഈ ദിവസത്തിന് ശേഷം ഇനിയും ഇങ്ങനെ വിടവെച്ചുകൊണ്ട് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അഥവാ പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ചുള്ള സൂചന കൂടിയായിരുന്നു അത്. അടുത്ത ഇതുപോലെയുള്ള ഒരു ഹജ്ജിൽ സമ്മേളിക്കുവാനും നിങ്ങൾക്ക് ഉപദേശം നൽകുവാനും ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന പ്രവാചകന്റെ വാക്കുകൾ വിയോഗത്തെക്കുറിച്ചുള്ള സൂചന കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും. വിശ്വാസികളെ, നിങ്ങൾ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ നിങ്ങൾക്കിടയിൽ വളരെ പവിത്രത കൽപ്പിക്കേണ്ട കാര്യമാകുന്നു. ഏത് രൂപത്തിൽ? ഇലാ അൻ തൽഖൗ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ഈ ഒരു സ്വഭാവം, നിയമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, ഈ മാസത്തിന്റെ പ്രത്യേകത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ. ഈ നാടിന് എത്രമാത്രം പവിത്രതയുണ്ടോ, ഈ മാസത്തിന്റെ എത്രമാത്രം പവിത്രതയുണ്ടോ, ഈ ദിവസത്തിന്റെ എത്രമാത്രം പവിത്രതയുണ്ടോ, അതുപോലെ നിങ്ങൾ, അഥവാ വിശ്വാസികളെ, ഇവിടെയുള്ള നിങ്ങൾ മാത്രമല്ല, അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ തുടങ്ങുന്നത്. അഥവാ ഹജ്ജിൽ പങ്കെടുത്തിട്ടുള്ള 1,00,000-ലധികം വരുന്ന വിശ്വാസികൾ മാത്രമല്ല, തന്നിൽ വിശ്വസിച്ചിട്ടുള്ള, പ്രവാചകനിൽ ഷഹാദത്ത് കൊണ്ടിട്ടുള്ള, ലോകാവസാനം വരെ കടന്നു വരുന്ന സർവ്വവിശ്വാസികൾക്കും ബാധകമാണത്. അവരെല്ലാവരും തന്നെ തങ്ങളുടെ പരസ്പരം രക്തം ചിന്തുന്നതിൽ നിന്നും, അതുപോലെ തന്നെ സാമ്പത്തികമായ ചൂഷണങ്ങളിൽ നിന്നും, അഭിമാനം ക്ഷതം വരുത്തുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ് എന്ന് പ്രവാചകൻ ഒന്നാമതായി ഉപദേശിക്കുകയാണ്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ അടുക്കലെത്തിയപ്പോ കഅബയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്: മാ അഅ്ലമ ഹഖ്ക യാ കഅബ, കഅബേ, നിനക്കുള്ള അവകാശങ്ങൾ എത്രയാണ്, നിനക്കുള്ള പവിത്രത എത്രയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: വവല്ലാഹി ഇന്ന ഹഖൽ മുഅ്മിനി ലഅഅ്ലമു മിൻ ഹഖിക. എന്നാൽ മനുഷ്യരോടുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ അവരോടുള്ള ബാധ്യതകളും എടുത്തു നോക്കുമ്പോ നിന്റെ അവകാശങ്ങൾ, നിന്റെ ബാധ്യതകൾ കുറവാണ്. അവരുടെ അഭിമാനത്തെ കുറിച്ച് ഓർക്കുമ്പോ നിന്നേക്കാൾ അവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനാണ് വിലയുള്ളത്, നിനേക്കാൾ അവരുടെ അഭിമാനത്തിനാണ് വിലയുള്ളത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇങ്ങനെ മുസ്ലിങ്ങൾ ലോകാവസാനം വരെ പരസ്പരം രക്തം ചിന്താതെ, അതുപോലെ തന്നെ അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള വാക്കുകളിലും പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും ഏർപ്പെടാതെ, അതുപോലെ സാമ്പത്തികമായി ചൂഷണങ്ങളിൽ ഏർപ്പെടാതെ ജീവിക്കണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അന്നും ഇന്നും ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഇതിനു ശേഷമുള്ള സർവ്വ ആളുകൾക്കും നമുക്കെല്ലാവർക്കും ബാധകമായ ഉപദേശം പ്രവാചകൻ നൽകുകയാണ്. വിശദീകരിക്കുന്നില്ല. ഫമൻ കാനത ഇൻദഹു അമാന ഫൽയുഅദ്ദിഹാ ഇലാ മൻ യുത്മിനഹു അലൈഹാ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അമാനത്ത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കൈകളിൽ
ആരെങ്കിലും വല്ലതും സൂക്ഷിക്കാൻ തരുന്നത് എന്നാണ്. അത് അമാനത്തിൽപ്പെട്ടതാണ്. അയാൾ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ അത് മാത്രമല്ല അമാനത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് നാം ഏറ്റെടുത്തിട്ടുള്ള, അള്ളാഹുവിനെ സാക്ഷിയാക്കി പ്രവാചകനെ സാക്ഷിയാക്കി നാം ഏറ്റെടുത്തിട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ അമാനത്തിൽപ്പെട്ടതാണ്. ആ അമാനത്ത് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഭാര്യയോട് അമാനത്തുണ്ട്, ഭർത്താവിനോട് അമാനത്തുണ്ട്, മക്കളോട് അമാനത്തുണ്ട്, മാതാപിതാക്കളോട് അമാനത്തുണ്ട്, സമൂഹത്തോട് അമാനത്തുണ്ട്. ഈ അമാനത്തുകൾ മുഴുവനും നിങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നത് പ്രവാചകന്റെ മറ്റൊരു ഉപദേശമാണ്. അതുപോലെ ഇന്ന റിബൽ ജാഹിലിയ്യ മൗദൂഉൻ വ ഇന്ന അവ്വല റിബ അബ്ദഉ ബിഹി റിബ അമ്മി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. പലിശ എന്ന ചൂഷണത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നി പറയുന്നു. നമുക്കിടയിൽ വ്യാപകമാണ് പലിശ എന്ന സമ്പ്രദായം. പ്രവാചകൻ അവരെ ഉണർത്തുകയാണ്. എന്നാൽ ഞാനിതാ ആ പലിശ എന്ന സമ്പ്രദായത്തെ ഇവിടെ കുഴിച്ചു മൂടുകയാണ്, എന്റെ കാലിനടിയിൽ കുഴിച്ചു മൂടുകയാണ്. അത് നിങ്ങളോട് മാത്രം പറയുന്ന കാര്യമല്ല. വിശ്വാസികളെ, അനുയായികളെ, നിങ്ങളിത് പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെ മാത്രം ഏൽപ്പിക്കുന്നതല്ല. ഞാനിതാ അതിന്റെ തുടക്കം കുറിക്കുന്നത് എന്റെ പിതൃവ്യ സഹോദരനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് അദ്ദേഹവുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ നിങ്ങൾ വല്ലതും പലിശ ഇനത്തിൽ നൽകാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇനി നൽകേണ്ടതില്ല, മുതല് മാത്രം നൽകിയാൽ മതി. അഥവാ പ്രവാചകൻ തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്, മാതൃകയാവുന്നത് അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഒരു പ്രബോധകനും ഉണ്ടായിരിക്കേണ്ടത്. ആ രൂപത്തിലാണ് സമൂഹത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശകന്മാരും ഉണ്ടാവേണ്ടത്. പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പലിശ എന്ന ചൂഷണത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ നാം പഠിച്ചതുപോലെ പലിശ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലും വ്യാപകമായതാണ്. എന്നാൽ അതിൽ ഏറ്റവും ചെറിയ അംശം പോലും, ആ പലിശയുടെ ചെറിയ അംശം പോലും അത് സ്വന്തം മാതാവിനെ വിവാഹം കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനാരും ഒരുക്കമാവുകയില്ലല്ലോ. അത്രയും നീചമായത് മറ്റൊന്നില്ലെന്ന് നമുക്ക് ഉറപ്പല്ലേ? അതുകൊണ്ട് അത്രക്ക് നീചമായതാണ് പലിശ, അത് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പ്രവാചകൻ പറയുന്നു. ഇന്ന ദിമാഅൽ ജാഹിലിയ്യ മൗദൂഅത്തുൻ. അതുപോലെ തന്നെ ജാഹിലിയ്യത്തിലുള്ള ഒരുപാട് പ്രതികാര ചോരകൾ, ആളുകൾക്ക് പക വീട്ടണം, പകരം വീട്ടണം. ഇങ്ങോട്ട് വല്ലതുമൊന്ന് പറഞ്ഞാൽ, വല്ലതുമൊന്ന് ചെയ്താൽ അങ്ങോട്ട് പറയാനും ചെയ്യാനും വെമ്പൽ കൊള്ളുകയാണ്. അതിനുള്ള അവസരം കാതോർത്ത് നിൽക്കുകയാണ്, ചെവിയോർത്ത് നിൽക്കുകയാണ്. അത് ചെയ്താലേ, അത് പറഞ്ഞാലേ ഒരു സമാധാനമാവുകയുള്ളൂ എന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്നാൽ പ്രവാചകൻ പറയുന്നു, പ്രതികാര ചിന്ത എന്നത് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടതല്ല. അങ്ങനെയുള്ള പ്രതികാര ചിന്ത കൊലപാതകത്തിന്റെ വിഷയത്തിലായിരുന്നാൽ പോലും അത് പാടില്ലാത്തതാകുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഞാനിതാ ഇവിടെ വെച്ചുകൊണ്ട് ഹുദൈൽ ഗോത്രക്കാർ കൊലപ്പെടുത്തിയിട്ടുള്ള ആമിർ ഇബ്നു റബീഅത്ത് ഇബ്നു ഹാരിസ് എന്ന ആളുടെ പ്രതികാര ചോര ഇവിടെ ദുർബലമാക്കിയിരിക്കുന്നു. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളുടേതു തന്നെ ഞാൻ ദുർബലമാക്കിയിരിക്കുന്നു. ആളുകൾക്ക് ഇനി പ്രതികാരമുണ്ടാകരുത്, പകരം വീട്ടുക എന്ന പണിയുണ്ടാകരുത്, കുതികാൽ വെട്ടുക എന്ന പണിയുണ്ടാകരുത്. ഇത് വിശ്വാസി ലോകത്തോട് ആകമാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അയ്യുഹന്നാസ് ഇന്ന ശൈത്വാന ഖദ് യഇസ അൻ യഅബുദ ഫീ അർളികും ഹാദിഹി. ഈ നാട്ടിൽ പിശാചിനെ ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ ഭദ്രമാക്കിയിരിക്കുന്നു. പിശാച് അതിൽ നിരാശപ്പെടുകയാണ്. എന്നാൽ അതിൽ നിന്നും നിസ്സാരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് പൈശാചികമായിട്ടുള്ള ദുശ്ചിന്തകൾ, ദുർബോധനങ്ങൾ, അതിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ നിന്ന് എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപദേശമാണ് അയ്യുഹന്നാസ് ഇന്ന ലിനിസാഇകും അലൈക്കും ഹഖ്ഖ വലക്കും അലൈഹിന്ന ഹഖ്ഖ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് കടമകളും ബാധ്യതകളുമുണ്ട്, അതുപോലെ ഭാര്യമാർക്ക് നിങ്ങളോടുമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ആ ഒരു പ്രധാനപ്പെട്ട വേദിയിൽ വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകാനുള്ള ആ സ്ഥലത്ത് വെച്ചുകൊണ്ടും പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നതും കൂടുതൽ വാചകം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നതും സ്ത്രീകളോട് നിങ്ങൾ മര്യാദക്ക് പെരുമാറണം എന്നതാണ്.
നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമെന്നാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നല്ല രൂപത്തിൽ പെരുമാറണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുന്ന കാര്യം. കാരണം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ള അവർക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും നൽകേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ട രൂപത്തിലുള്ള പരിഗണനകൾ നിങ്ങൾ നൽകുകയും അതുപോലെ തന്നെ അവരോട് നിങ്ങൾ പെരുമാറുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സ്ത്രീകളും മനസ്സിലാക്കേണ്ടതുണ്ട്, തങ്ങളുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അവരെ ഞാൻ ഒരിക്കലും വഞ്ചിച്ചുകൂടാ. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വീട്ടിൽ കയറ്റുക പോലും ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആ ഭർത്താവിനോടുള്ള ബഹുമാനങ്ങൾ മുഴുവനും ഞാൻ നിർവഹിക്കേണ്ടതാണ്, പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ സ്വഹാബത്തെ, സ്ത്രീകളെ സംബന്ധിച്ച് ഞാനിതാ പ്രത്യേകിച്ച് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഉപദേശം ഞാൻ പറഞ്ഞല്ലോ നമുക്കുമുള്ളതാണ്, എക്കാലത്തേക്കുമുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം പരമാവധി ശ്രമിക്കേണ്ടതാണ്. അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫലാ യഹില്ലു ലിംറിഇൻ, വിശ്വാസികളെ, നിങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെയാണ്. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ അന്യരുടെ സമ്പത്ത് അനുവദനീയമായ രൂപത്തിൽ അല്ലാതെ നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടില്ല. അകാരണമാകുന്ന രൂപത്തിൽ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ പൂഴ്ത്തിവെപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടോ അത്തരത്തിലുള്ള സാമ്പത്തിക വിനിമയങ്ങളിലൂടെ മറ്റൊരാളുടെ സമ്പത്ത് ഒരിക്കലും നിങ്ങൾ കൈക്കലാക്കുവാൻ പാടില്ല, നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടില്ല. അത് ഹലാലല്ലാത്ത കാര്യമാകുന്നു, അനുവദനീയമല്ലാത്ത കാര്യമാകുന്നു. അങ്ങനെയുണ്ടാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെയുള്ള ഹറാമായ വിധത്തിലുള്ള സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന അവന്റെ ശരീരം, അതുപോലെ തന്നെ അവന്റെ വസ്ത്രം, അതുപോലെ അവന്റെ ജീവിതത്തിൽ മറ്റുപയോഗിക്കുന്നത്, അതെല്ലാം തന്നെ ഹറാമിലുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെല്ലാം നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുക. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് അത് സൂക്ഷിക്കണം എന്ന് പ്രവാചകൻ പ്രത്യേകം ഉണർത്തുകയാണ്. എന്റെ കാലശേഷം നിങ്ങൾ അനിസ്ലാമിക പ്രവണതകളിലേക്ക്, കുഫ്രിയത്തിലേക്ക് നീങ്ങാൻ പാടില്ല. പരസ്പരം കഴുത്തറക്കുന്നവരാകരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നവരാകരുത്. നിങ്ങൾ വഴി പിഴക്കുകയില്ല. വിശുദ്ധ ഖുർആനും പ്രവാചകനിൽ ചര്യയുമുണ്ട്. അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫാ ദിനത്തിലെ മുഖ്യ പ്രഭാഷണത്തിൽ പ്രവാചകൻ ഉണർത്തുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മളും പാലിക്കേണ്ടതാണ്, നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. നമുക്കിടയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും. ഇതൊന്നും തന്നെ ഞാൻ വിശദീകരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഇത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി താനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിർവഹിച്ചിട്ടുള്ള പ്രസംഗത്തിൻ്റെ ചുരുക്കമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിർവഹിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അന്നേ ദിവസം ഒരു നോമ്പ് നോൽക്കുക എന്നുള്ളത്. അതിൻ്റെ പ്രതിഫലമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടും എന്നാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്
പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് ഈ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഒരു വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടും എന്നാണ്. അവരെവിടെ നിന്നാണ് ഈ ഒരു അനുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്? കഴിഞ്ഞുപോയ ഒരു വർഷം, വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ആ വരാനുള്ള ഒരു വർഷം അയാൾ ജീവിച്ചിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകന്റെ വാക്കിലൂടെ ഇങ്ങനെ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഒരു വർഷം കൂടി ആയുസ് ലഭിക്കാൻ കൂടി സാധ്യതയുണ്ട് എന്ന് മുഹദ്ദിസുകളായ ആളുകൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഈ നോമ്പ് എന്നാണ് നോൽക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം പ്രവാചകന്റെ കാലഘട്ടത്തിൽ അറഫ ദിനവും ദുൽഹജ്ജ് 9 ഒരേ ദിവസമായിട്ടാണ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അന്ന് ഉടലെടുത്തിട്ടില്ല, ഉടലെടുക്കേണ്ടതുമില്ല. എന്നാൽ മുസ്ലിങ്ങൾ വ്യാപകമാവുകയും ലോകത്തുടനീളം നോമ്പും പെരുന്നാളും മറ്റ് ഇബാദത്തുകളുമെല്ലാം നിർവഹിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോ അവയിൽ ഒന്ന് ദുൽഹജ്ജ് 9 ഈ അറഫ നോമ്പ് നിർവഹിക്കേണ്ടത്. കാരണം അറഫ ദിനം എന്ന് പറയുന്നത് അത് ദുൽഹജ്ജ് 9 അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മറ്റ് ആരാധനകളൊക്കെ നിർവഹിക്കുന്ന ആളുകൾ അതെല്ലാം ഏതിന്റെ അടിസ്ഥാനത്തിലാണോ, അതായത് ഓരോ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന സൂര്യാസ്തമയങ്ങളുടെ ഇഖ്തിലാഫുൽ മസാലി അഥവാ സൂര്യാസ്തമയങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്ന അതുപോലെ തന്നെ ഈ വിഷയത്തിലും തീരുമാനമെടുത്താൽ മതി. അതുകൊണ്ട് ദുൽഹജ്ജ് 9 നമ്മുടെ നാട്ടിൽ എന്നാണോ അന്നാണ് ആ നോമ്പ് നോൽക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളെ കാണാം. അവരുടെ അഭിപ്രായ പ്രകാരവും അവരുടെ നിഗമന പ്രകാരവും ആ അഭിപ്രായം ശരിയാണ്. അങ്ങനെ അഭിപ്രായമുള്ള ആളുകൾ ആ ദുൽഹജ്ജ് 9 ആ നോമ്പ് നിർവഹിച്ചാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പ് സ്വീകരിക്കാതിരിക്കാനിടയില്ല, അഥവാ സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് നോമ്പുകളെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ പറഞ്ഞതുപോലെയല്ല ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. അത് ഇവിടെ പറഞ്ഞത് ഈ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന ദുൽഹജ്ജ് 9 നോമ്പ് എന്നല്ല, മറിച്ച് അറഫ ദിവസത്തിലെ നോമ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അറഫ ദിവസം എന്നാണോ അന്നാണ് ആ നോമ്പ് നോക്കേണ്ടത്. നമുക്ക് ഇവിടെ അറഫ ദിവസം ഉണ്ടാവുകയില്ല. ലോകത്ത് മറ്റെവിടെയും മക്കയിലെ അറഫയിൽ ഒഴിച്ച് വേറെ ഒരിടത്തും അറഫ ദിവസം ഉണ്ടാവില്ല. അതുകൊണ്ട് അറഫ ദിവസം ഉള്ളത് എവിടെയാണോ അവിടെ എന്നാണോ അറഫ അന്നാണ് ഈ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവിടെ അറഫ എന്ന് നടക്കുന്നുവോ അന്നേ ദിവസം നോമ്പ് നോൽക്കുന്നു. അതിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ടതില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ടതില്ല. ഒരാളും മറ്റൊരാളെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഈ തെളിവുകളുടെ പ്രമാണങ്ങൾ അവർക്ക് എങ്ങനെ മനസ്സിലാകുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് വ്യക്തിപരമായ ഒരു കാര്യമാണ് നോമ്പ് നോൽക്കുക എന്നതിനാലും അവർക്കതിനനുസരിച്ചുകൊണ്ട് ആ തീരുമാനം എടുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ നോമ്പ് നോൽക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അറഫ മക്കയിൽ ഈ വർഷം നടക്കുന്നത് നാളെയാണ് എന്നതിനാൽ നാളെ നോമ്പ് നോൽക്കണം എന്നാണ് ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഒന്ന്, ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഈ സൗമി യൗമി അറഫ എന്നതുകൊണ്ടും രണ്ടാമത്തതായിക്കൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം ലജ്നത്തുദ് ദാഇമ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ മതകാര്യ ഫത്വ ബോർഡിന്റെ ചെയർമാനായിരുന്ന അദ്ദേഹത്തോട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഹൽ നസ്തതിഉ അൻ നസൂമ ഹുനാ യൗമൈനി ലിഅജ്ലി സൗമി യൗമി അറഫ ലിഅന്നനാ ഹുമാ നസ്തമഉ ഫി റാദിയോ അന്ന യൗമ അറഫ ഗദൻ യുവാഫിഖു ദാലിക ഇൻദനാ അസ്സാമിൻ മിൻ ശഹ്രി ദിൽ ഹിജ്ജ.
ഞങ്ങൾ റേഡിയോയിലൊക്കെ കേൾക്കുന്നുണ്ട് നാളെയാണ് അറഫ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് 8 ആകുന്നുള്ളൂ, ഞങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരാൾ ഒരു ചോദ്യം ഉന്നയിച്ചപ്പെട്ടപ്പോ സൗദി അറേബ്യയുടെ ഫത്വ ബോർഡ് ചെയർമാനായ അദ്ദേഹം നൽകിയ മറുപടി യൗമു അറഫ ഹുവൽ യൗമുല്ലദീ യഖിഫു നാസു ഫീഹി അറഫ. അറഫ എന്ന് പറയുന്നത്, അറഫ ദിവസം എന്ന് പറയുന്നത് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം എന്നാണോ അന്നാണ്. ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കൊക്കെയും അന്ന് അറഫ നോമ്പ് നോൽക്കുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ടുള്ള കാര്യമാണ്. നീ നോമ്പ് ചോദ്യകർത്താവിനോട് നീ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ദിവസം അഥവാ ആ അറഫയുടെ ദിവസം നീ നോമ്പ് നോൽക്കുക എന്ന് ഇബ്നു ബാസ് നൽകിയിട്ടുള്ള ഒരു ഫത്വ. അതുപോലെ തന്നെ ഇബ്നു ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഇഖ്തിലാഫുൽ മത്താലിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നാട്ടിലെയും സൂര്യാസ്തമയങ്ങൾക്കനുസരിച്ചുകൊണ്ട് നോമ്പും പെരുന്നാളും ആരാധനകളും നിർവഹിക്കണം എന്ന് പറയുന്ന ആളാണ്. എന്നാൽ ഈ നോമ്പിനെ പറ്റി, അറഫ ദിനത്തിലെ നോമ്പിനെ പറ്റി അദ്ദേഹം പറയുന്നു, ഈ ദുൽഹിജ്ജ മാസത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് ബിലാ ശക്കിൻ, ഒരു സംശയവുമില്ല, അൽ ബലദുല്ലദീ ഫീഹാ ഇഖാമത്തുൽ മനാസിക്, ഈ പറഞ്ഞ ആരാധനകൾ ഏത് നാട്ടിലാണോ നടക്കുന്നത് ആ നാടിനെയാണ്. ഫൈദാ തബത്തൽ ഹിലാലു ഫീഹാ ഉമില ബിഹി, അവിടെ ഹിലാൽ കണ്ടാൽ അതിനനുസരിച്ചുകൊണ്ട് അവിടെ ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. അപ്പൊ ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെയും അഭിപ്രായത്തിൽ മറ്റ് ദിവസങ്ങൾക്ക് അപേക്ഷിച്ചുകൊണ്ട് ഈ അറഫ നോമ്പിന്റെ ദിവസം എന്ന് പറയുന്നത് അറഫ നടക്കുന്ന ദിവസം എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെയും നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ദുൽഹജ്ജ് 9 ശരി എന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് വിചാരിച്ചാൽ ആ നോമ്പ് അവർക്ക് അഭിപ്രായം ആ രൂപത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ്. അല്ലാഹ് പറഞ്ഞത് വത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഏതിനോടാണോ തെളിവുകൾ നാം കേൾക്കുന്ന, അറിയുന്ന, പഠിക്കുന്ന പ്രമാണങ്ങൾ ഏറ്റവും യോജിച്ചു നിൽക്കുന്നത് അത് പ്രകാരം നാം പ്രാവർത്തികമാക്കുക. അതിന്റെ പേരിൽ ഒരാളോടും ശ്രദ്ധ കൂടാൻ പോകേണ്ടതില്ല. ഒരാളോടും ഇതിന്റെ പേരിൽ വാക്ക് പറഞ്ഞ് തെറ്റേണ്ട ആവശ്യമില്ല. അതിന്റെ പേരിൽ ഞാനാണ് വലുത്, ഞാൻ നോറ്റതാണ് ശരി എന്ന് വാശി പിടിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഒരു കൊല്ലം കൂടി ആയുസ് കിട്ടാൻ വരെ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ടിലേതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ബോധ്യമാകുന്നത് ഏത് ദിവസമാണോ ആ ദിവസം ആ നോമ്പ് നോക്കുക. അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, നിന്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട് പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ള ആ പ്രൗഢഗംഭീരമായിട്ടുള്ള കാലാധിപതിയായിക്കൊണ്ട് നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലെ സാരാംശങ്ങൾ ജീവിതത്തിലുടനീളം മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുന്നേറുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ മതപരമായ വിഷയങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരസ്പരം അകന്നു പോകാത്ത വിധത്തിൽ അതിനെ സമന്വയിപ്പിക്കുവാനും ഒന്നിച്ചു നിൽക്കുവാനുമുള്ള, മാനസികമായി ഒന്നായി മുന്നോട്ട് പോകുവാനുള്ള അവസ്ഥ വിശ്വാസികൾ എന്ന നിലക്ക് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളിൽ നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള, മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന ഒരാൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ മരണപ്പെട്ട വ്യക്തിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈമാനോടുകൂടി ജീവിക്കുവാനും ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.